ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു അന്താരാഷ്ട്ര യുദ്ധക്കളമായി മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും കടലിടുക്കിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകിയിരിക്കുകയാണ്. ഇറാന്റെ തിരിച്ചടിയും അന്താരാഷ്ട്ര നയതന്ത്ര ഇടപെടലുകളും ഈ വിഷയത്തെ അതീവ ഗൗരവകരമായ ഒന്നായി മാറ്റിയിരിക്കുന്നു. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ സമുദ്രഭാഗമാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ ലോക വിപണിയിലേക്ക് എത്തണമെങ്കിൽ ഈ കടലിടുക്ക് കടന്നേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചെറിയൊരു അസ്വസ്ഥത പോലും ആഗോള ഇന്ധന വിലയിൽ വൻ വർധനവിന് കാരണമാകും. ഇറാന് നൽകിയ സമയപരിധി അവസാനിച്ചതോടെയാണ് അമേരിക്ക തങ്ങളുടെ കടുത്ത നിലപാടുകൾ നടപ്പിലാക്കി തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര കപ്പലുകൾക്കും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് കർശനമായ നോട്ടീസ് നൽകി തുടങ്ങി. അമേരിക്കൻ ഉപരോധം ലംഘിച്ച് ഇറാനുമായി വ്യാപാരം നടത്തുന്നതോ ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്ന് എണ്ണ കയറ്റുന്നതോ ആയ കപ്പലുകൾ കടലിൽ വെച്ച് തന്നെ പിടിച്ചെടുക്കണമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. ഇറാന്റെ തീരപ്രദേശങ്ങളിലേക്ക് പോകുന്നതും അവിടെ നിന്ന് വരുന്നതുമായ ഓരോ കപ്പലിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും തടയാനും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് വൻ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസിയും മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഉപരോധ ഭീഷണിക്ക് ഇറാൻ നൽകിയ മറുപടി കടുത്ത ഭാഷയിലായിരുന്നു. കടലിടുക്ക് തടയാൻ അമേരിക്കയ്ക്ക് യാതൊരു പ്രായോഗിക ശേഷിയുമില്ലെന്ന് ഇറാൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ പരിഹസിച്ചു. മുൻപ് ഇറാനിയൻ അതിർത്തിക്ക് സമീപത്തെത്തിയ അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാന്റെ കരുത്തിന് മുന്നിൽ ഭയന്ന് പിന്മാറിയ ചരിത്രമുണ്ടെന്ന് ഇറാൻ ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനോ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോ ശ്രമിച്ചാൽ പടക്കപ്പലുകളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അയക്കുമെന്നും ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിസ്ത്യൻ മതമേലധ്യക്ഷനായ പോപ്പിനെതിരെ നടത്തിയ വിവാദ പ്രസ്താവനകളെയും ഇറാൻ പ്രസിഡന്റ് അപലപിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. മേഖലയിലെ രണ്ട് പ്രമുഖ ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ ഖത്തർ നയതന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിനെ ഒരു രാഷ്ട്രീയ വിലപേശൽ ഉപാധിയായി ഉപയോഗിക്കരുതെന്ന് ഖത്തർ ഇറാനോട് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു ഉപരോധം ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും അത് മേഖലയിലെ സമാധാനത്തിന് ഗുണകരമാകില്ലെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അമേരിക്കൻ ഏകപക്ഷീയമായ നീക്കങ്ങൾ തുടരുന്നിടത്തോളം കാലം വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഈ സംഘർഷത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം പാകിസ്ഥാനിൽ വെച്ച് നടന്ന സമാധാന ചർച്ചകളുടെ പരാജയമാണ്. ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശികമായ സൈനിക വിപുലീകരണവും നിയന്ത്രിക്കാനുള്ള കരാറിലെത്താൻ സാധിക്കാത്തതോടെയാണ് ട്രംപ് ഭരണകൂടം മാക്സിമം പ്രഷർ എന്ന നയം സ്വീകരിച്ചത്. ഇറാൻ കടലിടുക്ക് തുറന്നു നൽകിയില്ലെങ്കിൽ മേഖലയിലെ മുഴുവൻ ഗതാഗതവും സ്തംഭിപ്പിക്കുമെന്നും ഇറാനെ സാമ്പത്തികമായി നശിപ്പിക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. നിലവിൽ രണ്ട് രാഷ്ട്രങ്ങളും തങ്ങളുടെ നാവികസേനകളെ അതീവ ജാഗ്രതയിൽ നിർത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വെറും 21 മൈൽ വീതിയിലുള്ള ഒരു ഇടുങ്ങിയ പാതയായതിനാൽ അവിടെ ഒരു ചെറിയ വെടിവെപ്പോ അബദ്ധത്തിലുള്ള ഏറ്റുമുട്ടലോ വലിയൊരു ലോക മഹായുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാം. അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് ഇറാൻ തങ്ങളുടെ തീരങ്ങളിൽ ദീർഘദൂര മിസൈലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾ ആഗോള ഷെയർ മാർക്കറ്റുകളെയും ഇന്ധന വിപണിയെയും പിടിച്ചുലച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ ലോകത്തിലെ എണ്ണവില ബാരലിന് $200 വരെ ഉയർന്നേക്കാം എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കും. ഹോർമുസ് കടലിടുക്കിലെ തർക്കം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളും ഇറാന്റെ സൈനിക പ്രതിരോധവും നേർക്കുനേർ നിൽക്കുമ്പോൾ ലോകം ഒരു വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു സൈനിക ഏറ്റുമുട്ടലിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സമുദ്രപാതയിൽ ഈ അശാന്തി വരും മാസങ്ങളിൽ കൂടുതൽ ഗുരുതരമായ രൂപം പ്രാപിക്കും.